ഹായ് ഓൾ, കുറേ നാളായി ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഇഫ്താർ പ്രിപ്പറേഷനാണ്. ശ്രീ 2 വർഷമായിട്ട് ഒരു റമദാൻ നോമ്പ് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം എടുത്തപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അവൾ തന്നെയാണ് ഫുൾ അവൾക്ക് വേണ്ടുന്നുള്ള വൈകുന്നേരത്തിനുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തത്. അപ്പോൾ ഇത്തവണ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചു. രാവിലെ എഴുന്നേറ്റ് അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവൾ ഫുഡ് കഴിച്ചിട്ട് ഏകദേശം ഒരു 5-5:15 മുമ്പ് എല്ലാം കഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോഴത്തേനും ഉച്ചയ്ക്ക് അവൾക്ക് പുറത്തൊക്കെ പോകണമായിരുന്നു. അപ്പോൾ പോയിട്ട് വരുമ്പോഴത്തേനും ഞാൻ കുറച്ച് എന്നെ കൊണ്ട് പറ്റും നമ്മൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത് 3 ഡിഷസാണ്. ഒന്ന് സമൂസയാണ്, അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ സമൂസ. പിന്നെ മൊഹബത്ത് കാ സർബത്ത്, മസാല ബ്രെഡ്. കഴിഞ്ഞ പ്രാവശ്യം അവൾ മസാല ബ്രെഡും കായ്പോളയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ ഡീപ്പ് ക്ലീനിങ് നടക്കുകയാണ് കേട്ടോ. സ്പോട്ട് കെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഞങ്ങൾക്ക് വന്നിട്ട് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്ത് തരുന്നത്. മുന്നേ ഞങ്ങൾക്ക് അവർ തന്നെയാണ് വന്ന് സർവീസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ സമൂസ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ അടുപ്പത്താക്കുകയാണ് കേട്ടോ. അപ്പം ഉപ്പിട്ട് തൊലിയൊന്നും കളയാതെയാണ് അത് അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് വേവിച്ചിട്ട് തൊലി കളയാനാണ് എളുപ്പം. ശ്രീ പാല് തിളപ്പിച്ചിട്ട് സമൂസ ഫില്ലിങ്ങിനും ബാക്കി ഉരുളക്കിഴങ്ങ് പോയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ആക്കി കേട്ടോ. അപ്പം അവൾ തോർത്ത് അങ്ങനെ കെട്ടിയിരിക്കുന്ന വേറൊന്നുമല്ല. ചിലപ്പം ഈ കുക്കിങ്ങിൻ്റെ ഒക്കെ ഇടയിൽ അവൾ അമ്മോനോട് അറിയാതെ തന്നെ പറയും വെള്ളം എടുത്ത് താന്നൊക്കെ. അപ്പം അങ്ങനെയൊന്നും കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഞങ്ങൾ ഉരുളക്കിഴങ്ങ് മാത്രമുള്ള ഫില്ലിങ് വെച്ചിട്ടാണ് കേട്ടോ സമൂസ ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ സവോള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. പിന്നീട് ഉരുളക്കിഴങ്ങ് കൂടെ മിക്സ് ചെയ്ത് പിന്നെ തണുക്കാൻ വെച്ചു. അപ്പോഴത്തേക്കും സമൂസ ഷീറ്റ് റെഡിയാക്കണമല്ലോ. സമൂസ ഷീറ്റ് ഞങ്ങൾ വാങ്ങിച്ചു. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കും. ഒരു 5 കൗണ്ട്സ് വരെ ഇങ്ങനെ 2 സൈഡും പൊള്ളിച്ചിങ്ങെടുക്കും. എന്നിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. യൂട്യൂബ് നോക്കി തന്നെ പ്രിപ്പയർ ചെയ്താണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പാല് തിളപ്പിച്ചത് തണുക്കാൻ വെച്ചു കേട്ടോ. തണുക്കാനായിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. നന്നായിട്ട് തണുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ സമൂസ ഫില്ല് ചെയ്യാൻ പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറേ തവണ ഫ്ലോപ്പായിപ്പോൾ എങ്ങനെയാണെന്നൊരു ഐഡിയ ഒന്നും കിട്ടുന്നില്ല. നെറ്റൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ ഫില്ല് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ സമൂസ പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യത്തെ 1-2 എണ്ണമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ കിട്ടി എങ്ങനെയാണെന്നുള്ളത്. അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് വീഡിയോ എടുക്കുകയാണ്. ഇനി ഇതിങ്ങനെ നമ്മൾ റാപ്പ് ചെയ്തിട്ട് ഒട്ടിക്കാനായിട്ട് മൈദ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല ഒട്ടിയിരിക്കും. എന്നാലും ഒരുവിധമൊക്കെ ശരിയാണ്, നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാനാണല്ലോ. ഏകദേശം ഒരു ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സമൂസ കംപ്ലീറ്റ് ഫില്ലായി കഴിഞ്ഞു. ഇനി നമുക്ക് സമൂസ ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഡീപ്പ് ക്ലീനിങ്ങിലുള്ളവർക്ക് വൈകുന്നേരം ചായ കൊടുക്കുമ്പോൾ സ്നാക്സ് ആയിട്ട് ഈ സമൂസയും കൂടെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4-5 മണിയായപ്പോഴത്തേനും സമൂസയുടെ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്കുള്ള ചായ എടുത്തു ഞാൻ. പുട്ടിനൊന്ന് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. ചൂടുണ്ടാടാ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നി കുറച്ചുകൂടെ തണുത്തിട്ട് കഴിക്കാനാണ് ആ ഒരു ഫീലിങ്ങിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയത്. ഇത് മൊഹബത്ത് കാ സർബത്ത് പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ പാല് ഫ്രിഡ്ജിലുണ്ട്. പിന്നെ തണ്ണിമത്തനെല്ലാം ഞാൻ കുഞ്ഞു തണ്ണിമത്തനാണ് വാങ്ങിയത്, എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ റൂഫ്സ് ഞങ്ങൾ വാങ്ങിയത് ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ്. നെൽഗിരിസ് ഇപ്പോൾ 600 ആണ് റേറ്റ് വേണ്ടത്. ഇൻസ്റ്റാമാർട്ടിൽ നോക്കിയപ്പോൾ 200 കിട്ടി. അങ്ങനെ പർച്ചേസ് ചെയ്തു. ശ്രീ മൊഹബത്ത് കാ സർബത്ത് കുടിച്ചിട്ടുണ്ട് കേട്ടോ പുറത്ത് കടയിൽ നിന്ന്. അപ്പോൾ ആ ടേസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. വൈകുന്നേരം അവൾ ഇഫ്താർ നോമ്പ് മുറിക്കുമ്പോഴേ അറിയാൻ പറ്റും. പിന്നെ ബ്രെഡ് മസാലയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ശ്രീകുട്ടി ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്. കാരണം വാവക്കുട്ടിയെ ഞാൻ എടുത്തിട്ട് വാവ അത്രയും നേരം കരച്ചിലൊക്കെ ആയിരുന്നു. അവളുടെ കയ്യിൽ തന്നെ ആയിരുന്നില്ലേ. അപ്പം ബാക്കിയെല്ലാം അരിഞ്ഞെടുത്തു. സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും ഒക്കെ വേണം. പിന്നെ കുറച്ച് ഗരം മസാല, കായപ്പൊടി, തക്കാളി, ടൊമാറ്റോ സോസ്, കുറച്ച് വെള്ളം. ഇതെല്ലാം വേവിച്ചിട്ട് ഈ ബ്രെഡ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് അരിഞ്ഞ് മിക്സ് ചെയ്തെടുക്കും. മസാല ബ്രെഡും റെഡി ചെയ്ത് ഇഫ്താറിന് ടൈമായിട്ടോ. 6:35 എന്തോ ആയിരുന്നു നോമ്പ് മുറിക്കുന്ന ടൈം. അപ്പം ഞാനെല്ലാം അറേഞ്ചാക്കി സെറ്റാക്കി കൊടുത്തു അവൾക്ക്. ഇനി അവൾ സമാധാനമായിട്ട് വന്നെന്ന് കഴിക്കട്ടെ. ശരിക്കും അവൾ നോമ്പ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമുക്ക് നമ്മളൊരു നോമ്പല്ലേ എടുക്കുന്നുള്ളൂ. മുസ്ലിംസൊക്കെ ഡെയിലി ഇങ്ങനെ 10-30 ദിവസം എടുക്കുമ്പം അതവരിങ്ങനെ അവരുടെ റുട്ടീൻ്റെ ഭാഗമാണ്. നമുക്കത് ഭയങ്കര കുറച്ചൊരു സ്ട്രഗിളാണ്. ആദ്യം അവൾ ഡേറ്റ്സ് കഴിച്ച് നോർമൽ വാട്ടർ കുടിച്ചിട്ടാണ് നോമ്പ് മുറിച്ചത്. എന്നിട്ടാണ് ഈ ഐറ്റംസ് ഒക്കെ കഴിച്ചത് കേട്ടോ. ശരിക്കും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അവൾക്ക്. ഇത്രയും നേരം ഫുഡ് കഴിക്കാതിരുന്നതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. ഈ ചൂട് സമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ഭയങ്കര ചലഞ്ചിങ് ആണ് ഈ വെള്ളം കുടിക്കാതിരിക്കുന്നത്. അവൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അവൾ ഈ ഒരു കംപ്ലീറ്റ് ആക്കി ഫുഡും വെള്ളമൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും അവൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഞങ്ങൾക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിന് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ